ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൺ കാർണിവൽ. ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് കാണിക്കുന്നത്. ക്രീം കസ്റ്റർഡ് ഐസ്ക്രീം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. കുട്ടികളെല്ലാം വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നൊരു വിഭവമാണ്. നമുക്കപ്പോൾ ഇതൊന്ന് തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്. നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടുന്നത് 3/4 മുതൽ 1 കപ്പ് വരെ പഞ്ചസാരയാണ്. അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കണം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് കസ്റ്റർഡ് പൗഡറാണ്. നമുക്ക് ഈ കസ്റ്റർഡ് പൗഡർ ഒരു 3 ടീസ്പൂൺ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റർഡിൻ്റെ ആ ഒരു മിക്സ്ചർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കട്ടയൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉടനെ തന്നെ നമ്മളിത് ഇളക്കുന്നത്. ഇനി ഇതൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ അതിൽ ഏകദേശം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു എഗ് ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. കട്ടയൊന്നും കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യണം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനും വെക്കണം. നോർമൽ ടെമ്പറേച്ചർ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നോർമൽ ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഒന്ന് എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുകയാണ്. കട്ടയെല്ലാം ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു പത വരുന്നവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടുന്നത് ഒരു 100 ഗ്രാം ക്രീമാണ്. അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല പത വരുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കട്ടയൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ബീറ്റായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം. പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, പിന്നെ സെർവ് ചെയ്യുമ്പോഴേക്കും. ഇനി നമുക്കിത് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കണം. ഏകദേശം ഒരു 24 hours എടുക്കും ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. നമുക്കിതിപ്പം ഫ്രീസറിലേക്ക് വെക്കാം. 24 hours ശേഷം നമ്മളിതിപ്പോൾ എടുത്തതാണ്. ഇടയ്ക്ക് ഇത് വീണ്ടും ഒന്ന് എടുത്തിട്ട് നന്നായിട്ടത് ബീറ്റ് ചെയ്ത് വീണ്ടും വെച്ചിരുന്നു. കാരണം ഐസെല്ലാം ഒന്ന് നന്നായിട്ട് അതിനകത്ത് ഐസായിട്ട് ഇങ്ങനെ ചില്ലായിട്ട് കിടക്കില്ല, അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കുട്ടികളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് മുകളിലേക്ക് കുറച്ച് വേഫിൾ സിറപ്പും കൂടി ഒന്ന് ഡ്രിസിൽ ചെയ്തിട്ടുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് ഹണിയോ മറ്റോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും തന്നെ വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.